ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എന്താ കാണുമെന്ന് വെച്ചാൽ കേരളത്തിൽ വന്നാൽ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഫെസ്റ്റിവൽസ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചു പിടിക്കുക. അപ്പോൾ എല്ലാവരും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അടിച്ചു പിടിക്കുക. എന്നാൽ തന്നെ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നിങ്ങൾക്ക് തീർച്ചയായും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു ഗൈസ് ജസ്റ്റ് വീഡിയോ ഇട്ട് പോകാം. ഇപ്പോൾ അതിൽ നമ്മൾ ഒന്നാം സ്ഥാനം നമ്മൾ കൊടുത്തിരിക്കുന്നത് ഏതാ വെച്ചാൽ നമ്മുടെ തൃശ്ശൂർ പൂരമാണ്. പൂരം കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ പൂരം എന്നറിയപ്പെടുന്ന തൃശ്ശൂർ പൂരമാണ് നമ്മളിത് ഒന്നാം സ്ഥാനത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ കേരളത്തിൽ വന്നു പറഞ്ഞാൽ വാച്ച് ചെയ്യേണ്ട അല്ലെങ്കിൽ പോവേണ്ട അല്ലെങ്കിൽ കാണേണ്ട പൂരം തന്നെയാണ് നമ്മുടെ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. നമ്മൾ അത്രയും ആയും അത്ര ക്രൗഡ്, ഇത്രയും നല്ലൊരു പൂരം നിങ്ങൾ എവിടെയും കണ്ടിട്ടില്ല. എവർ സീൻ ഗൈസ്, ഇതുപോലൊരു പൂരം നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടായില്ല. തീർച്ചയായും മസ്റ്റ് കാണേണ്ട ഒരു പൂരം തന്നെയാണ്. മസ്റ്റ് സീൻ ഇഫ് യു കം ടു കേരള, മസ്റ്റ് സീൻ തന്നെയാണ്. ഞാൻ ഒരു ബെസ്റ്റായിട്ടുള്ളവർ പറയാം, തൃശ്ശൂർ പൂരം ഫോർ എവർ ബെസ്റ്റാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സും അത് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾ കാണുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ സ്ക്രീനിലിടാം കേട്ടോ, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തിട്ട് വരും. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട തിരിച്ച് ഏത് ഫെസ്റ്റിവലാണ് നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് ഗോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരും. ഓക്കെ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്ഥാനത്ത് കൊടുത്തിരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ വെടിക്കെട്ടുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന നെമ്മാറ വേല അല്ലെങ്കിൽ നെമ്മാറ വല്ലങ്ങി വേല, വെടിക്കെട്ടിൻ്റെ രാജാവുകളെ ഇത്രയും ലൗഡായിട്ടുള്ള, ഇത്രയും ഡെസിമൽ കൂടിയിട്ടുള്ള ഒരു വെടിക്കെട്ട് ഇതുവരെ ലോകത്തിൽ തന്നെ എവിടെയും നടത്താത്ത വേൾഡ് ബിഗ്ഗസ്റ്റ് ഫയർ വർക്ക് ഫെസ്റ്റിവലാണ് നമ്മുടെ നെമ്മാറ വല്ലങ്ങി വേല അങ്ങനെയെന്ന് പറയുന്ന ഒരു വേലയാണ്. നിങ്ങൾ ജസ്റ്റ് ആ വെടിക്കെട്ടിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഐക്കാർഡിൽ കൊടുത്തേക്കാം. ഐക്കാർഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തിരിക്കുക. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഐക്കാർഡിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കും, അല്ലെങ്കിൽ വീഡിയോയുടെ എൻഡിൽ നമ്മളെല്ലാം കൂടി അത് കൊടുത്തിട്ടുണ്ടാകും. ജസ്റ്റ് അതൊന്നും ജസ്റ്റ് കണ്ടിട്ട് വേല എന്ന് പറഞ്ഞാൽ നെമ്മാറ വേല അത്രയും നമുക്ക് ലൗഡായിട്ടില്ല. അത് ജസ്റ്റ് നമുക്ക് ആ കണ്ട് ആ എക്സ്പീരിയൻസ് ചെയ്യേണ്ട അത്രയ്ക്ക് ഒരു ബെസ്റ്റ് ഫീലിംഗ് തന്നെയാണ്. അത്രയും വെടിക്കെട്ട് നമ്മുടെ ഡെസിമൽസിന് കാതിന് ഏൽക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഡെസിമൽ സൗണ്ടിലാണ് ആ ഒരു വെടിക്കെട്ട് നടക്കുന്നത്. നിങ്ങൾ മസ്റ്റ് വാച്ച് ചെയ്യേണ്ടതാണ് നമ്മുടെ നെമ്മാറ വല്ലങ്ങി വേല എന്ന് പറയുന്നത്. അപ്പോൾ വെടിക്കെട്ടിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് തീർച്ചയായും കാണുന്നുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് വെടിക്കെട്ടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരും. അപ്പോൾ ഈ വെടിക്കെട്ടിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടാണ് തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വാട്ടർ ആൻഡ് സംതിങ് ഈസ് ബോട്ടുമായിട്ടുള്ള ഇഷ്ടപ്പെട്ടുള്ള ബോട്ട് അങ്ങനത്തെ ആ വെള്ളത്തിലുള്ള കളികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മിസ് ചെയ്യാൻ പാടാത്തൊരു ഫെസ്റ്റിവൽ ഉണ്ട്. മിസ് ചെയ്യാൻ പാടാത്തൊരു മത്സരം എന്ന് കൂടെ പറയാം. മത്സരമുണ്ട് നമ്മുടെ ഇവിടെ നെഹ്റു ട്രോഫി വെള്ളംകളി എന്ന് പറയും. ജസ്റ്റ് നിങ്ങൾ മോസ്റ്റ് വാച്ച് ചെയ്യേണ്ട ഒരു ഫെസ്റ്റിവൽ തന്നെയാണ് നെഹ്റു ട്രോഫി വെള്ളംകളി എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മളെ കുറേ
തോണികൾ അല്ലെങ്കിൽ തോണിയിൽ നമ്മൾ വെച്ചിട്ട് അവിടെ കുറേ ആൾക്കാർ ഒപ്പം തുഴഞ്ഞ് ആരാണ് ഫസ്റ്റ് എത്തുന്നത് നോക്കിയിട്ട് തന്നെ അവർക്ക് നെഹ്റു ട്രോഫി എന്നൊരു സ്ഥാനം കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ടത്, മസ്റ്റ് കാണേണ്ട ഒരു ഫെസ്റ്റിവൽ തന്നെയാണ് നമ്മുടെ നെഹ്റു ട്രോഫി എന്ന് പറയുന്നത്. നിങ്ങൾ കാണാത്ത ആളാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ടൈപ്പ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബിൽ അടിച്ച് നോക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ക്ലിപ്പ് ഇത് കഴിഞ്ഞ അടുത്ത ക്ലിപ്പ് നിങ്ങൾക്ക് അത് ഇട്ട് തരുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതൊന്ന് കണ്ടിട്ട് ഒരു അങ്ങനത്തെ കുറേ ഇൻട്രസ്റ്റിങ്സ് ആയിട്ടുള്ളൊരു ഫെസ്റ്റിവലാണ് ഈ നെഹ്റു ട്രോഫി എന്ന് പറയുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് എവർ സീൻ ഗൈസ്. നിങ്ങൾ കണ്ടിരിക്കേണ്ടത് ആ ഒരു വൈബ് അവർ പറയും തുടങ്ങണം അതൊരു അടിപൊളി വൈബ് തന്നെയാണ്. നിങ്ങൾ തീർച്ചയായും മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഫെസ്റ്റിവൽ തന്നെയാണ് നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരും കേട്ടോ. ക്ലിപ്പ് ഇട്ടേക്കാം, ജസ്റ്റ് ഒക്കെ കണ്ടിട്ട് വരും. പിന്നെ നിങ്ങൾക്ക് മസ്റ്റായിട്ട് കാണേണ്ട ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് നമ്മുടെ എൻ്റെ നാടായ കൊല്ലങ്കോടാണ്. എൻ്റെ വീട് ഇരിക്കുന്നത് കൊല്ലങ്കോട്, എൻ്റെ സ്ഥലവും കൊല്ലങ്കോട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഗ്രാമീണ ഭംഗിയോടെ നിങ്ങൾക്ക് ഒരു ഫെസ്റ്റിവൽസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കൊല്ലങ്കോട്ടേക്ക് വരാം. കൊല്ലങ്കോട് ആറാട്ട് സംതിങ് എത്ര ഡേറ്റ് എന്ന് അറിയട്ടെ നോക്കട്ടെ. എൻ്റെ ജനുവരി 4-ാം തീയതിയാണ്. അതായത് ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ജനുവരി 3rd 4-ാം തീയതിയാണ് നമ്മുടെ കൊല്ലങ്കോട് ആറാട്ട്. നിങ്ങൾക്ക് ആറാട്ട് മിസ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ന് തന്നെ വണ്ടി എടുത്ത് നിങ്ങൾ വന്നോളൂ. അപ്പോൾ നമ്മൾ തന്നെ ആറാട്ടും ദേശവിളക്കും എല്ലാം കാണാൻ പറ്റുള്ളൂ. ഇറ്റ് ജസ്റ്റ് ഓസം ഗൈസ്. നിങ്ങൾക്ക് ഒരു ഗ്രാമീണ ഭംഗിയോടെ നിങ്ങൾക്ക് ഒരു ആറാട്ട് ഫെസ്റ്റിവൽസ് അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ടതാണ് കൊല്ലങ്കോട് ആറാട്ട്. നമ്മുടെ ഈ റീസെൻ്റായിട്ട് നമ്മുടെ കൊല്ലങ്കോട് മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് എന്ന സ്ഥാനത്തിൽ സംതിങ് ടോപ്പ് 10 വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വില്ലേജിൻ്റെ ഒരു ആറാട്ട് എങ്ങനെയായിരിക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ടതാണ് നമ്മുടെ കൊല്ലങ്കോട് ആറാട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും കണ്ടു നോക്കൂട്ടോ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ക്ലിപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഞാൻ പറയുന്ന എല്ലാ വീഡിയോസിൻ്റെയും എല്ലാ ഫെസ്റ്റിവൽസിൻ്റെയും വീഡിയോസ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തതും പോരാണ്ട് നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി മാത്രം നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടില്ല. ജസ്റ്റ് നമ്മൾ പേഴ്സണലായിട്ട് പറയാണ്. ജസ്റ്റ് അതിന് വേറെ എവിടെ നിന്നും ക്ലിപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊരു ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. നിങ്ങൾക്ക് ജസ്റ്റ് കണ്ട് എൻജോയ് ചെയ്യും. ഓക്കെ, അപ്പോൾ വേറെ ബാക്കിയുള്ള എല്ലാ തരം ഫെസ്റ്റിവൽസിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചാനലൊന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുക തീർച്ചയായും എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ തന്നെ ഇതിലുള്ള ഇൻട്രസ്റ്റിംഗ് കണ്ടൻസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് തീർച്ചയായും നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരും കേട്ടോ. അതാണ് നമ്മുടെ കൊല്ലങ്കോട് ആറാട്ട്. കുറച്ച് ക്ലിപ്പ് ഇട്ടേക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരും. ഓക്കെ, ഇപ്പോൾ കണ്ടിട്ട് വന്നിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് പിന്നീട് നിങ്ങൾക്ക് ഏതാണെന്നറിയാം ഒരു വിളക്ക്, അതായത് അയ്യപ്പൻ വിളക്ക് എന്ന് പറയുന്നത് എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലങ്കോട് ഇടച്ചിറ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇടച്ചിറയിൽ 21-ാം തീയതി അയ്യപ്പൻ വിളക്കായിരുന്നു. ഈ റീസെൻ്റായിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു അയ്യപ്പൻ വിളക്ക് നിങ്ങൾക്ക് കാണണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ ഐക്കാർട്ടിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് മസ്റ്റ് ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് വരും കേട്ടോ. നമ്മുടെ ഇടച്ചിറ അയ്യപ്പൻ വിളക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരും. അതും നല്ലൊരു വിളക്ക് തന്നെയാണ്. നമ്മുടെ ഗ്രാമങ്ങളിലുള്ള അയ്യപ്പൻ പാട്ട്, അയ്യപ്പൻ വിളക്ക് എന്ന് പറയുന്ന ഒരു മഹാ ഉത്സവം നിങ്ങൾക്ക് കാണുന്നുണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരും. ഓക്കെ, അപ്പം നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നത് ഇത്ര തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് പൂരത്തിനെ കുറിച്ചാണ്. പൂരം, അയ്യപ്പൻ വിളക്ക്, അയ്യപ്പൻ പാട്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇത്ര തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഞാൻ പേഴ്സണലായിട്ട് ഒരു ഇത് പറയാം. എന്താ വെച്ചാൽ എനിക്കിഷ്ടമുള്ളത് ഓണം എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവലാണ്.
അപ്പോൾ ഓണത്തിൽ നമുക്ക് നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല രസമായിട്ടിരിക്കുക, ഒരു അടിപൊളിയാണ്. ഓണം വരുന്ന ഒരു ജസ്റ്റ് മോസ്റ്റ് ഐ തിങ്ക് മോസ്റ്റ് സെലിബ്രേറ്റിംഗ് ഫെസ്റ്റിവൽ ഇൻ കേരള എന്ന് കൂടെ പറയാം നമുക്ക് ഓണത്തിന്. ഓണം, വിഷു, അങ്ങനെ കുറേ ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നന്നായിട്ട് വിസിറ്റ് ചെയ്യേണ്ടത് കണക്കെയാണ് നമ്മുടെ തൃശ്ശൂർ പൂരം, നെന്മാറ, വല്ലങ്ങി വേല, അങ്ങനെ കുറേ ഇതൊക്കെയാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തിരിച്ച് എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചു പിടിക്കുക. അതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് കണ്ടൻസ്, ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് കണ്ടൻസ് ആൻഡ് വീഡിയോസ് നിങ്ങൾക്ക് തിരിച്ച് വേണമെന്നുണ്ടെങ്കിൽ തിരിച്ച് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ അടിച്ചിട്ട് നോട്ടിഫിക്കേഷൻ അടിച്ചിട്ട് ഓണാക്കി ഓൾ ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും വരുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള ഗൈസ്, ലവ് യു ഗൈസ്, ബൈ ബൈ, സീ മച്ച്. ഇത് ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു കണ്ടൻസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ അതുപോലെയുള്ള ഒരു കണ്ടൻസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ലവ് യു ഗൈസ്, ബൈ ബൈ, സീ യു.